സൂപ്പർ ക്രോസ് ബൈക്ക് റേസിനായി വേദിയായ ശേഷം ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം. പുല്ല് കരിഞ്ഞുണങ്ങിയതും ഭാരവാഹനങ്ങൾ കയറ്റിയതുമൊക്കെ പ്രതികൂലമായി ബാധിച്ചു. ഇവിടെ കളിച്ചാൽ പരിക്ക് പറ്റാനുള്ള സാധ്യതയും കൂടിയിരിക്കുന്നു. എന്താണ് മൈതാനത്തിന് സംഭവിച്ചതെന്നാണ് ഇനി വിശദമായി പരിശോധിക്കുന്നത്. കൊട്ടിഘോഷിച്ച് നടത്തിയ സൂപ്പർ ക്രോസ് മത്സരത്തിന് ശേഷം കായിക താരങ്ങളുടെയും ഫുട്ബോൾ പ്രേമികളുടെയും പ്രിയപ്പെട്ട കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം ജീവവായു തേടുകയാണ്. മൈതാനത്തെ പുല്ലുകൾ കരിഞ്ഞുണങ്ങി. മൈതാനത്തിനാവശ്യമായ പ്രതലം പൂർണ്ണമായും നഷ്ടമായി. ഇതിനി പഴയ നിലയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ചുമതല ആരേറ്റെടുക്കുമെന്ന ചോദ്യം ബാക്കിയാണ്. സേഠ് നാഗ്ജി ഉൾപ്പെടെയുള്ള പ്രശസ്തമായ മത്സരങ്ങൾ നടന്ന കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് പരിശോധിക്കാം. സൂപ്പർ ക്രോസ് മത്സരത്തിനായി മണ്ണ് കൊണ്ടുള്ള പ്രത്യേക ട്രാക്കുകൾ വേണം. ഇതിനായി വലിയ ടോറസ് ലോറികളിൽ 800 ലോഡ് മണ്ണാണ് ഈ മൈതാനത്ത് നിക്ഷേപിച്ചത്. കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിച്ച് പ്ലൈവുഡുകൾ നിരത്തി ഇതിനു മുകളിലാണ് മണ്ണ് കൊണ്ടുള്ള ട്രാക്ക് നിർമ്മിച്ചത്. എല്ലാം കഴിഞ്ഞപ്പോൾ അടിയിലുള്ള പുല്ലുകൾ പൂർണ്ണമായും കരിഞ്ഞുണങ്ങിയ നിലയിലായിരുന്നു. ഈ പുല്ലുകൾ വീണ്ടും മുളപ്പിക്കാമെന്ന് സൂപ്പർ ക്രോസ് അധികൃതർ പറയുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല. ട്രാക്ക് നിർമ്മിക്കുന്നതിനുള്ള മണ്ണ് കൊണ്ടുവരുന്നതിനായി 50 ടൺ ഭാരമുള്ള ലോറികളാണ് മൈതാനത്തേക്ക് കയറ്റിയത്. ഈ ലോറികൾ പോയ ഭാഗത്തെല്ലാം മൈതാനം താഴ്ന്നുപോയി. ഇതോടൊപ്പം പുല്ലും മണ്ണും കുഴഞ്ഞ് സ്വാഭാവികമായി ഉണ്ടായ മൃദുത്വവും നഷ്ടമായി. ഇത് ഭാവിയിൽ വരാനിരിക്കുന്ന ഫുട്ബോൾ മത്സരങ്ങളെ പ്രതികൂലമായി ബാധിക്കും. മൈതാനത്തെ മണ്ണ് കട്ടിയായി പലയിടത്തും പൊങ്ങിയും താഴ്ന്നുമാണ് നിൽക്കുന്നത്. ഇതോടെ ഫുട്ബോൾ താരങ്ങൾ ഇവിടെ ഇനി മത്സരിക്കാൻ തയ്യാറാകില്ല എന്നുള്ളതാണ് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തെ കാത്തിരിക്കുന്ന വലിയ പ്രതിസന്ധി. ഈ മൈതാനത്ത് കളിച്ചാൽ പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. സ്റ്റേഡിയത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന മത്സരങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കും. റേസിംഗിനായി സ്റ്റേഡിയം വിട്ടു നൽകുമ്പോൾ ഇത് പഴയ ഗുണനിലവാരത്തിൽ തിരികെ നൽകണമെന്നുള്ളതായിരുന്നു കരാർ. പക്ഷേ അതിവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. നിലവിൽ ഉണങ്ങിപ്പോയ പുല്ലുകൾ വീണ്ടും മുളപ്പിക്കാനുള്ള നടപടികൾ മാത്രമാണ് പുരോഗമിക്കുന്നത്. പക്ഷേ വിദഗ്ധർ പറയുന്നത് പൂഴിയും ചകിരിച്ചോറും ഉൾപ്പെടെ കൊണ്ടുവന്ന മണ്ണ് ഇളക്കിയാൽ മാത്രമേ ഗ്രൗണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ളതാണ്. പക്ഷേ ഇതിന് ഭീമമായ ചിലവ് വരും. അതേസമയം സൂപ്പർ ക്രോസ് അധികൃതർ പറയുന്നത് നിലവിൽ പ്രചരിക്കുന്നത് വ്യാജമായ വാർത്തകളാണ് എന്നുള്ളതാണ്. $34,000 പേരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സ്റ്റേഡിയമാണ് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം. ഇത്തരമൊരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനും ഇത് കാത്തു സൂക്ഷിക്കുന്നതിനും കാര്യമായ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമുണ്ട്. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് നശിപ്പിക്കാമെന്ന നിലവിലെ സാഹചര്യങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം പൂർവ്വസ്ഥിതിയിലേക്കാക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടികളാണ് കായിക താരങ്ങൾ ആവശ്യപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ ജിജീഷ് കേസിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.